ഹായ്, ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ജെൻഡർ ഐഡൻറ്റിറ്റിയാണ്. ഈ ഒരു ടോപ്പിക്ക് റീസെൻ്റ്ലിയാണ് നമ്മുടെ സിലബസിലോട്ട് ആഡ് ചെയ്തത്. എന്താണ് വാട്ട്സ് മെൻ ബൈ ജെൻഡർ ഐഡൻറ്റിറ്റി? ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള ബ്രണ്ടൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ജെൻഡർ ഐഡൻറ്റിറ്റി ഉണ്ട്. പണ്ടത്തെ നോക്കുന്നെങ്കിൽ ഈ പറയുന്ന ടോപ്പിക് കാണാൻ കുറവാണ്. ബിക്കോസ് ജെൻഡർ ഐഡൻറ്റിറ്റീന് തന്നെ മെയിലുണ്ട്, ഫീമെയിലുണ്ട്, ട്രാൻസ്ജെൻഡർ ഉണ്ട്. ആസ് എ നേഴ്സ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സും ഒരുപാട് മെയിൽസ് മെയിൽസ് ആയത് ഒക്കെ അങ്ങനത്തെ പേഷ്യൻസ് ഉണ്ട്. അപ്പം നമ്മൾ അവരെ അഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കും വൺസ് അവർ മെയിലിൽ നിന്ന് ഫീമെയിൽ ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവരെ സർ എന്ന് വിളിക്കുമ്പോഴത്തേക്കും ദേ ഡോണ്ട് ഫീൽ ദാറ്റ് അവരെ ടീസ് ചെയ്യുന്നത് പോലെ അവർക്ക് മേ ബി തോന്നുന്നത്. അങ്ങനെ മാറുന്ന പേഷ്യൻസിനോട് നമ്മൾ എങ്ങനെയൊക്കെ ഡീൽ ചെയ്യണം, അവരുടെ ജെൻഡറിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ സിലബസിലോട്ട് ആഡ് ചെയ്തേക്കുന്നത്. എന്താണ് ഈ പറയുന്ന ഇൻ്റർസെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കലി അവർ ഒരു ട്രെയ്റ്റിലാണ് ബോൺ ചെയ്തത്. പക്ഷേ അവർക്ക് തന്നെ ഉള്ളിൽ അതിൽ ഫിറ്റ് ആവുന്നില്ല എന്നുള്ള തോന്നൽ. ഫോർ എക്സാമ്പിൾ, ഒരു മെയിലായിട്ട് ജനിച്ച ഒരു വ്യക്തിയാണ്, പക്ഷേ അവർക്ക് കുറേയും കൂടി ഇഷ്ടം ഫെമൈനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനോടും ആയിരിക്കും. ദേ തിങ്ക് ദാറ്റ് അവർക്ക് അവർ ജനിച്ച ഒരു ഐഡൻറ്റിറ്റിയിലോട്ട് ആപ്റ്റ് അല്ല എന്നുള്ളൊരു തോന്നൽ. ഇനി ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യലി കൺസ്ട്രക്ട് ചെയ്തതാണ്. ഒന്നെങ്കിൽ മെയിലോ ഫീമെയിലോ അങ്ങനെ സോഷ്യലി കൺസ്ട്രക്ട് ചെയ്ത ഒന്നാണ് ഈ ജെൻഡർ. പണ്ട് നമ്മൾ ജെൻഡറിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ലാംഗ്വേജ്, അതായത് മെയിൽസിനും ഫീമെയിൽസിനും അവരുടെ ഒരു പിച്ചിലൊക്കെ ടോണിലും വ്യത്യാസം ഉണ്ടല്ലോ, അങ്ങനെ മനസ്സിലാക്കാം. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് വ്യത്യാസം ഒക്കെ ആവുന്നുണ്ട്. ഇനി സിസ് ജെൻഡർ എന്ന് പറയുന്നത് അവർക്ക് അവരെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്കൊരു ജെൻഡർ അവരായിട്ട് കൊടുക്കുന്നതാണ് ഈ പറയുന്ന സിസ് ജെൻഡർ കൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്താണ് ട്രാൻസ്ജെൻഡർ വുമൺ. അതാരാ? വൺസ് മെയിലായിട്ട് ജനിച്ചു, പക്ഷെ അവർക്ക് ഫെമൈൻ ക്യാരക്ടേഴ്സിനോടാണ് താല്പര്യം, അവരങ്ങനെ ഫീമെയിൽസ് ആവുന്നവരെയാണ്. അതായത് ആസ് അസൈൻഡ് എ മെയിൽ ബൈ ബർത്ത്, ജന്മന അവരൊരു മെയിലായിട്ടാണ് ജനിച്ചത്, പക്ഷെ അവർക്ക് സ്വയം തോന്നിയത് ഒരു ഫെമൈനായിട്ട് ഒരു ഫീമെയിലായിട്ട് ജീവിക്കാൻ വേണ്ടി ആണ്. ഓക്കെ, അടുത്തത് ട്രാൻസ്ജെൻഡർ മെൻ എന്ന് പറയുന്നത് വൺസ് ദേ വെർ ബോൺ ആസ് ഫീമെയിൽ, പക്ഷേ അവർക്ക് മെയിലായി ജീവിക്കാനാണ് താല്പര്യം. ദേ ആർ ഐഡൻറ്റിഫൈഡ് ആസ് മെയിൽസ് ആൻഡ് ദേ വാണ്ടഡ് ടു ബിക്കം ഫീമെയിൽ എന്നുണ്ടെങ്കിൽ ട്രാൻസ്ജെൻഡർ ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ വുമൺ എന്ന് നമ്മൾ പറയും. ഓക്കെ, ട്രാൻസ്ജെൻഡർ മെയിൽ എന്ന് പറഞ്ഞാൽ മെയിലാണിപ്പോൾ, പണ്ട് ഫീമെയിൽ ആയിരുന്നു. അല്ലാതെ അവർ ജനിച്ചത് അങ്ങനെയാണ്, പക്ഷെ ഈ പറയുന്ന ചില ക്യാരക്ടറിസ്റ്റിക്സും അല്ലെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് അവർ ജനിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സിനോട് അവർ കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നുണ്ട് എന്നതിനെക്കുറിച്ച്. സോഷ്യൽ ഓറിയൻറ്റേഷൻ എന്ന് വെച്ചാൽ ഇപ്പം മെയിൽസിനാണെങ്കിൽ ഫീമെയിൽസ് ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു അവെയർനെസ് കൊടുക്കാൻ, ഇതൊരു അംബ്രല്ല ടേമാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഓപ്പോസിറ്റ് ജെൻഡറിനെ കുറിച്ച്, സെയിം ആയിട്ടുള്ള ജെൻഡേഴ്സിൻ്റെ ഐഡൻറ്റിഫിക്കേഷനെ കുറിച്ചൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഫിസിക്കലിയും സോഷ്യലി ഇമോഷണലിയും ആളുകളോട് അട്രാക്റ്റഡ് ആവുന്നതിനാണ് അതിനെക്കുറിച്ചൊരു ഓറിയൻറ്റേഷൻ കൊടുക്കുന്നതാണ് ഈ സെക്ഷൽ ഓറിയൻറ്റേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി അടുത്താണ് LGBTQ, അതായത് ലെസ്ബിയൻസ് എന്ന് പറയുന്നത് ഫീമെയിൽസിനോടായിരിക്കും അട്രാക്റ്റഡ് ആയിട്ടുണ്ടാവുക. പണ്ടൊന്നും ഇത്രത്തോളം ഇല്ലായിരുന്നെങ്കിലും ഇപ്പം ഒരുപാട് പേർക്ക് അങ്ങനെയാണ്. ഇപ്പം തന്നെ പണ്ടൊന്നും അധികം ക്യാൻസർ ഇല്ലല്ലോ, ഇപ്പോഴല്ലേ ഒരുപാട് ക്യാൻസറൊക്കെ വന്നത്. അതുപോലെ ഇപ്പം റീസെൻ്റ്ലി ഒരുപാട് ലെസ്ബിയൻസും ഗെയ്സും ഒക്കെ ഉണ്ട്. അപ്പം അവരെ സൊസൈറ്റിയിൽ നിന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നിർത്തുക ചെയ്യുന്നത്. പക്ഷെ ശരിക്കും അത് അവരുടേതായ ഐഡൻറ്റിറ്റിയാണ്, അവരങ്ങനെ ജനിച്ചു പോയി എന്നത് അവരുടെ കുറ്റമല്ലല്ലോ. അപ്പം ഇഫ് ദേ വാണ്ടഡ് ടു ബിക്കം മെയിൽ, അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ലെറ്റ് ദം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇപ്പം ലെസ്ബിയൻസ് ആവാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് ഡു, ടെൽ ദാറ്റ്. പറയാനുള്ള ഗട്ട്സും
ഇപ്പം അങ്ങനെയാണ് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയുക. ദാറ്റ്സ് ഇറ്റ്. ഇപ്പം ലെസ്ബിയൻസ് എന്ന് പറയുന്നത് ഫീമെയിൽസ് അട്രാക്ഷൻ ഉള്ളതാണ്. ഗെയ് എന്ന് പറയുന്നത് 2 മെയിൽസ് പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഓക്കെ, ബൈസെക്ഷൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകൾക്ക് മെയിൽസിനോടും ഫീമെയിൽസിനോടും 2 പേർക്കും പരസ്പരം താല്പര്യമുള്ളവരാണ്. ഓക്കെ, ഇനി അടുത്താണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ടേം അത് ഞാൻ പറഞ്ഞില്ല, അതൊരു എംബ്രലായിട്ടുള്ള ടേമാണ്. എല്ലാ ആസ്പെക്റ്റിൽ നിന്നും ഫുൾ റേഞ്ച് ഓഫ് പീപ്പിളിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അടുത്താണ് ക്വീർ എന്ന് പറയുന്ന ആളുകൾക്ക് എല്ലാവരോടും മെയിൽസിനോടും ഫീമെയിൽസിനോടും ട്രാൻസ്ജെൻഡേഴ്സിനോടും എല്ലാവരോടും ഇവർക്ക് ഒരു പ്രത്യേക അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. മീൻസ് എല്ലാവർക്കും, ലിറ്ററലി എല്ലാവരോടും. സോ ഇനി പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഒരു ടേമുണ്ട് ജെൻഡർ ഡിസ്ഫോറിയ എന്ന്. അതായത് ഇപ്പം ഒരു മെയിലായിട്ട് നിൽക്കുന്ന സമയത്ത് ആ വ്യക്തി ഒരുപാട് സ്വയം ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾ നേരാറുണ്ട്. അപ്പം ആ ഒരു കണ്ടീഷനാണ് സെക്ഷൽ ഡിസ്ഫോറിയ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഒരു മെയിലിന് ഫീമെയിലോട്ട് മാറണം അല്ലെങ്കിൽ ഫീമെയിലിന് മെയിലിലോട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് പോയി നാളെ സർജറി ചെയ്യാനായിട്ട് പറ്റില്ല. ഏകദേശം ഒരു 6 മാസത്തോളം ഈ പറയുന്ന ക്ലയൻറ്റിന് സെക്ഷൽ ഡിസ്ഫോറിയ ഉണ്ട് എന്നത് ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് വേണം നമ്മൾ ഒരു സർജറിയിലോട്ടൊക്കെ മുന്നോട്ട് പോകാൻ. അപ്പം വൺസ് ഡോക്ടറിനെ കാണിച്ചു തൻ്റേതായ ഐഡൻറ്റിറ്റിയിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്കോളജിസ്റ്റിനെ കണ്ട് പിന്നെ നമ്മൾ എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ട് സർജനെ കണ്ടിട്ടൊക്കെയാണ് ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത്. പിന്നെ എന്തിനാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻസ് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റിയിൽ നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പം തന്നെ സർജറി ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഒരുപാട് ഇപ്പം ഒരു മെയിലിന് ഫീമെയിൽ ആവണം എന്നുണ്ടെങ്കിൽ അവരുടെ വോയിസിൻ്റെ മാറ്റുന്നുണ്ട്. വെജൈനോപ്ലാസ്റ്റി മീൻസ് നമ്മൾ പറയും. അപ്പം വജൈന മാറ്റുന്നത്, പിന്നെ പെനിസിന് വെക്കുന്നത്, അങ്ങനെ ഒരുപാട് പ്രോസസ്സുണ്ട്. വൺസ് ഓരോ പ്രോസസ്സിനും അതിൻ്റേതായ ചാൻസസ് ഓഫ് ഇൻഫെക്ഷനൊക്കെ വളരെ ഹൈ ആണ്. ഇതെല്ലാം ചെയ്ത് അത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ച് വൺസ് ഒരു പ്രൊസീജിയർ ചെയ്ത് കംപ്ലീറ്റഡ് ആണ്, സക്സസ്ഫുൾ ആയി എന്നുറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് നമ്മൾ അടുത്ത ഒരു സർജറിയിലോട്ട് പോകുന്നത്. അപ്പം അത്ര അവർ സഹിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ലൈഫിൽ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളത് അത് ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ, മെഡിക്കൽ മാനേജ്മെൻ്റ് ആയിട്ട് ആദ്യം പറയുന്നതാണ് ഹോർമോൺ തെറാപ്പി. നമ്മുടെ മെയിനായിട്ടുള്ള ആർക്കാണ് ചെയ്യാൻ താല്പര്യം, അവരുടെ ഒരു മെയിനായിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് അവർ ഏത് ജെൻഡറിലോട്ടാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ആ ജെൻഡറിൻ്റെ ഹോർമോൺസ്. ഇപ്പം തന്നെ ഫീമെയിൽസിന് ഈസ്ട്രജൻ ആയിരിക്കും വരുന്നത്, മെയിൽസിന് ടെസ്റ്റോസ്റ്റെറോൺ ആണെന്നുണ്ടെങ്കിൽ സ്പൈറനോലാക്ടോൺ ആണ് പേഷ്യൻസിന് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് കുറച്ചും കൂടി വെള്ളം എടുക്കാനായിട്ട് നമ്മൾ പറയും. പിന്നെ ഡയബറ്റിക് മെലിറ്റസ്, CKD വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ എന്തൊരു മരുന്നാണെങ്കിൽ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടല്ലോ. പിന്നെ എത്തനൈൽ എക്സ്ട്രാ ഡയോൾ ആണെങ്കിൽ നമ്മൾ ത്രോംബോഎംബോളിസ് ഉണ്ടോ നോക്കണം, BP ഒക്കെ ഒന്ന് മെഷർ ചെയ്യണം. പിന്നെ ഫീമെയിലിൽ നിന്ന് മെയിൽ ആവണമെന്നുണ്ടെങ്കിൽ, മെയിലിനാണെന്നുണ്ടെങ്കിൽ മെയിലിൻ്റെ ഹോർമോണാണ് ടെസ്റ്റോസ്റ്റെറോൺ, ഫീമെയിലിൻ്റെത് ഈസ്ട്രജൻ. അപ്പോൾ ടെസ്റ്റോസ്റ്റെറോൺ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ഫോളോ ചെയ്യണം. പിന്നെ BP നോക്കണം, ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഇനി ഒരു ഫീമെയിലിന് മെയിലാവണം, അതായത് മസ്കുലിനൈസിങ് ഹോർമോൺസാണ് കുത്തിവെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫേഷ്യൽ ഹെയർ, ബോഡിയിലുള്ള ഹെയർ ഒക്കെ കൂടുന്നുണ്ട്. പിന്നെ അവർക്കൊരു സ്കിന്നിന് കുറച്ചും കൂടി എന്ത് ചെയ്യും, സ്കിന്നിൻ്റെ ഓയിലിനെസ്സും ആക്നെയൊക്കെ ഉണ്ടാവാം. പിന്നെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഒന്ന് കുറയും. ഇനി ഫെമിനൈസ് ചെയ്യണം, അതായത് എനിക്കിപ്പോൾ ഒരു മെയിലിന് ഫീമെയിൽ ആവണം എന്നുണ്ടെങ്കിൽ അവരുടെ ഫേഷ്യൽ ഹെയർ അതിൻ്റെ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് കുറയും. പിന്നെ ഹെയറൊക്കെ നല്ല തിന്നാവും, സ്കിന്ന് കുറച്ചും കൂടി സോഫ്റ്റ് ആവാറുണ്ട്, സ്പേമിൻ്റെ പ്രൊഡക്ഷൻ കുറയും. ഈവൻ ടെസ്റ്റിക്കുലാറും പ്രോസ്റ്റേറ്റിന് അട്രോപ്പി സംഭവിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ആയിട്ട് പറയുന്നത് നമ്മൾ ടെസ്റ്റോസ്റ്റെറോൺ കൊടുക്കുന്ന സമയത്ത് ആക്നെ കൺട്രോൾ കോമ്പിനേഷനുമായിട്ടാണ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ളത്. എക്സാമ്പിളായിട്ട് പറയുന്നത് ടെസ്റ്റോസ്റ്റെറോണും
മിനോസൈക്ലിനും ഒക്കെയാണ്. ദെൻ ഇതിൻ്റെ ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹെപ്പാറ്റോടോക്സിറ്റി, പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വോമിറ്റിംഗ് ഒക്കെ വരാം. പിന്നെ ചില മെഡിക്കേഷൻസ് ടെറാറ്റോജെനിസിറ്റി ഉണ്ടാക്കുന്നത്, അതായത് കുഞ്ഞിന് അബ്നോർമാലിറ്റീസ് ഉണ്ടാവാം. എക്സാമ്പിളായിട്ട് പറയുന്നത് മിനോസൈക്ലിനും ഡോക്സിസൈക്ലിനും ഒക്കെ. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ഒരു ട്രാൻസ്ജെൻഡർ മെൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഫീമെയിലിൽ നിന്നും മെയിലായിട്ടുള്ള ക്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മേ ബി ഒരു ചാൻസ് ഓഫ് പ്രഗ്നൻസി, ഒരു റിസ്ക് ഓഫ് പ്രഗ്നൻസി ഉണ്ട് എന്നതിനെക്കുറിച്ചൊരു കൗൺസിലിംഗ് അവർക്ക് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഹോർമോണൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തെന്നുണ്ടെങ്കിൽ അവിടെയും കുഞ്ഞുങ്ങൾ ഫെർട്ടിലിറ്റിയുടെ ഒരു ചാൻസ് കുറയുന്നതിനെക്കുറിച്ച് അവർക്ക് പ്രോപ്പറായിട്ടൊരു കൗൺസിലിംഗ് കൊടുക്കണം എന്നത് അത്യാവശ്യമാണ്. ചില മരുന്നുകളായിട്ടുള്ള ഐസോട്രിറ്റനോയിനൊക്കെ മീൻസ് നമ്മുടെ ദേഹത്തുള്ള ഈ പറയുന്ന ആക്നെ, നല്ല രീതിയിൽ ആക്നെക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു മെഡിസിൻ, ആക്നെ ട്രീറ്റ്മെൻറ്റിന്, പിന്നെ കുറച്ചും കൂടിയൊക്കെ സൗന്ദര്യവർദ്ധകമായിട്ട് ചില ക്ലയൻസ് എടുക്കാറുണ്ട്. അപ്പം ഇവരോടൊക്കെ പറയണം, ഈ മരുന്ന് നമുക്ക് ഇപ്പോൾ അവർ സർജറി കഴിഞ്ഞിട്ടുള്ള ക്ലയൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ മുറിവും കാണുമല്ലേ, അപ്പോൾ അതൊന്ന് ഹീലായിട്ട് എടുക്കാൻ കുറച്ചും കൂടി സമയമെടുക്കും. ഈവൻ കീലോയിഡ് ഫോർമേഷൻ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഞാൻ ഫെർട്ടിലിറ്റിയുടെ കാര്യം പറഞ്ഞു. അപ്പം സർജറി ആണെങ്കിൽ, ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ അപ്പോഴൊക്കെ നമ്മൾ ഫെർട്ടിലിറ്റി കുറയുന്നു, ചാൻസ് ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ അവർക്ക് അവയർനെസ് കൊടുക്കണം. പിന്നെയാണ് oocyte ക്രയോ പ്രിസർവേഷൻ. നമ്മളിപ്പം ഒരു ഫീമെയിലിന് മെയിലാവാൻ പോവുകയാണ്, ട്രീറ്റ്മെൻറ്റൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓൾറെഡി ഫെർട്ടിലിറ്റിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ, കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവരുടെ ഓവം പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതാണ് oocyte ക്രയോ പ്രിസർവേഷൻ. പിന്നെ എംബ്രിയോ ആണെന്നുണ്ടെങ്കിൽ എംബ്രിയോ ക്രയോ പ്രിസർവേഷൻ നടത്താം, യൂട്രസ് പ്രിസർവേഷൻ നടത്താം. അതായത് വൺസ് യൂട്രസ് നമ്മൾ ഹിസ്റ്ററക്ടമി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ യൂട്രസ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് യൂട്രസിൻ്റെ ക്രയോ പ്രിസർവേഷൻ നടത്താം. അപ്പം oocyte ക്രയോ പ്രിസർവേഷൻ നടത്താം, എംബ്രിയോ ക്രയോ പ്രിസർവേഷൻ നടത്താം, ആൻഡ് യൂട്രസും എംബ്രിയോ oocyte പ്രിസർവേഷൻ നടത്താൻ പറ്റും. ഇനി മെയിൽസ് ആണെന്നുണ്ടെങ്കിലും ഒരു ട്രാൻസ്ജെൻഡർ വുമൺ ആവുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് സ്പേം ക്രയോ പ്രിസർവേഷൻ ചെയ്യാം. ഇനി സർജിക്കൽ മാനേജ്മെൻ്റ് ആയിട്ട് പറയുന്നത്, അവർക്ക് കൃത്യമായി നമ്മൾ എന്തൊരു കാര്യം ചെയ്യാനും കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡോക്യുമെൻ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഡിസ്ഫോറിയ ഉണ്ട് എന്നത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ എന്നൊക്കെ സാങ്ഷൻ മേടിച്ചിട്ട് വേണം സർജറിക്ക് പോകാനുള്ളത്. വൺ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. സോ കൺസെൻറ്റ് അവർക്കാണ് ഫുള്ളി റെസ്പോൺസിബിലിറ്റി എന്നത് ഉറപ്പ് വരുത്തണം. പിന്നെ അവരുടെ ഒരു ഏജും ഒക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ അവരുടെ മെഡിക്കൽ കണ്ടീഷൻസിനെ കുറിച്ചൊക്കെ നോക്കുക. ഇനി അടുത്തതാണ് മെയിൽ ആൻഡ് ഫീമെയിലിൻ്റെ ഒരു റീ അസൈൻമെൻറ്റ് സർജറി. ഒരു ട്രാൻസ്ജെൻഡർ വുമൺ, അതായത് ട്രാൻസ്ജെൻഡർ വുമൺ ആണെന്നുണ്ടെങ്കിൽ അവർ ഏകദേശം 12 മാസം ഈസ്ട്രോജൻ തെറാപ്പി എടുത്തിട്ട് വേണം ഇതിലോട്ട് പോകാനായിട്ട്. ഇവിടെ നമ്മൾ ടെക്ടമി, അതായത് നമ്മുടെ ടെസ്റ്റിക്കിൾസ് റിമൂവ് ചെയ്യുന്നുണ്ട്, വെജൈനോപ്ലാസ്റ്റിയും ഉണ്ട്. ഓക്കെ, ടെസ്റ്റിക്കിൾസ് റിമൂവ് ചെയ്യും അവർക്ക്. പിന്നെ ഫേഷ്യൽ ഫെമിനൈസേഷൻ ഉണ്ട്. അതായത് ട്രാൻസ്ജെൻഡർ വുമൺ എന്ന് പറയുമ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ഫേഷ്യൽ ഫെമിനൈസേഷൻ സംഭവിക്കും, ഹെയർ കുറച്ചും കൂടി ഫെമിനൈസേഷൻ, വോയിസിൻ്റെ ഫെമിനൈസേഷൻ, ബ്രസ്റ്റ് ഫെമിനൈസേഷൻ ഉണ്ട്. പിന്നെയുള്ളതാണ് കോൺഡ്രോലാരിഞ്ചോപ്ലാസ്റ്റി. ഇവിടെ തൈറോയിഡ് കാർട്ടിലേജിൻ്റെ സൈസ് കുറയ്ക്കുകയോ ചെയ്യുന്നത്. ഇനി ഇപ്പം ഒരു ഫീമെയിൽ ആവുന്നു, ട്രാൻസ്ജെൻഡർ വുമണിനെ കുറിച്ചുള്ളൊരു പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എന്ന് പറയുന്നത് അവർക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷനും ഇൻഫെക്ഷനും കുറയ്ക്കുക എന്ന് തന്നെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഗോള്. സർജറിക്ക് ശേഷം 5 ദിവസം നമ്മൾ ക്ലയൻറ്റിനെ ബെഡ് റിട്ടേൺ ആക്കാറുണ്ട്, മീൻസ് ബെഡിൽ തന്നെ കിടത്താറുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഒരു വെജൈനൽ ഡയലേറ്റർ സംഭവം ഉപയോഗിക്കാറുണ്ട്. ഇത് ഒരു 5 ദിവസത്തിന് ശേഷം നമ്മൾ ഈ പറയുന്ന പേഷ്യൻറ്റിനെ വീട്ടിലോട്ട് വിട്ടിട്ട് ഒരു 5-6 മാസം വരെ ഈ ഡയലേസെയർ
ആ ഒരു ഡയലേറ്റർ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുത്തിട്ടാണ് വിടുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് എനോക്സാപാരിനൊക്കെ. വൺസ് ക്ലയൻറ്റിന് ഫുള്ളി ഹീലായി കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് റിമൂവ് ചെയ്യാറാണ് പതിവ്. പിന്നെ ഒരു ഫീമെയിലിന് മെയിൽ ആവണം എന്നുണ്ടെങ്കിൽ സബ്ക്യൂട്ടേനിയസ് മാസ്റ്റെക്ടമി ചെയ്തത് ബ്രസ്റ്റ് റിമൂവൽ നടത്തുക ചെയ്യുന്നത്. പിന്നെ ഫാലോപ്ലാസ്റ്റി, അതായത് പെന്നീസ് അവിടെ ക്രിയേറ്റ് ചെയ്യും, ഫാലോപ്ലാസ്റ്റി. ഇപ്പം മാസ്റ്റെക്ടമി ചെയ്യും, ഫാലോപ്ലാസ്റ്റി ചെയ്യുന്നത്. അടുത്തയാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, LMWH, അതായത് എനോക്സാപാരിന്. ഇത് കൊടുക്കാറുണ്ട്. ഒന്നുകിൽ ഒരു പെൽവിക് അല്ലെങ്കിൽ ഹെമറ്റോമ ഡെവലപ്പ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആൻഡ് വിച്ച് ക്യാൻ ബി മാനേജ്ഡ് ബൈ സർജിക്കൽ ഡ്രെയിൻസ്. ഒരാഴ്ചയ്ക്ക് ശേഷം ട്രാൻസ് യൂറിത്തൽ കത്തീറ്റർ നമുക്ക് റിമൂവ് ചെയ്യുകയും സുപ്രാപ്യൂബിക് കത്തീറ്റർ റിമൂവ് ചെയ്യാം. ട്രാൻസ് യൂറിത്തൽ കത്തീറ്ററും സുപ്രാപ്യൂബിക് കത്തീറ്ററും റിമൂവ് ചെയ്യാം. പേഷ്യൻ്റ് ഏകദേശം 2 മുതൽ 3 ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരിക്കും. ഇതിന് കോംപ്ലിക്കേഷനായിട്ട് വരുന്നത് സ്റ്റീനോസിസ് വരാൻ ആൻഡ് യൂറിത്രൽ ഫിസ്റ്റുല വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇപ്പം ചില ക്ലയൻസിന് ഫാലോപ്ലാസ്റ്റി താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മെറ്റോയിഡോപ്ലാസ്റ്റി ഉണ്ട്. ഇതിനാണെങ്കിൽ കുറച്ചും കൂടി കുറവ് ഹോസ്പിറ്റൽ സ്റ്റേ ആണുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞു ഒരു ഫീമെയിലിന് മെയിൽ ആവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ഒരു ലിസ്റ്റിലുള്ളത്. ഒന്ന്, മെയിനായിട്ടുള്ള ഓർഗൻസ്, നമ്മുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യും, മാസ്റ്റെക്ടമി ചെയ്യും, യൂട്രസ് റിമൂവ് ചെയ്യും, ഹിസ്റ്ററെക്ടമി ചെയ്യും, ഇനി ഊഫറെക്ടമി ചെയ്യാം. പിന്നെ അവർക്ക് ഒരു ഫേഷ്യൽ മസ്കുലൈസേഷൻ ഉണ്ടാക്കാം, ഫാലോപ്ലാസ്റ്റി ചെയ്യാം, അതായത് പെന്നീസ് ക്രിയേറ്റ് ചെയ്യാം. പറഞ്ഞു. ഒരു നേഴ്സ് എന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ജെൻഡർ ഐഡൻറ്റിറ്റി പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. നമുക്ക് മെയിലാണോ ഫീമെയിലാണോ, ട്രാൻസ്ജെൻഡർ മെയിലാണോ ട്രാൻസ്ജെൻഡർ ഫീമെയിലാണോ എന്നുള്ളൊരു പ്രോപ്പർ ഐഡൻറ്റിഫിക്കേഷനിൽ വേണം സർ അല്ലെങ്കിൽ മാഡ് എന്ന് വിളിക്കാനുള്ളത്. പിന്നെ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനും കൗൺസിലിങ്ങും ക്ലയൻറ്റിന് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയും കൂടി വേണം. പിന്നെ എപ്പോഴാണ് പേഷ്യൻ്റ് ലാസ്റ്റായിട്ട് ഹോർമോൺ എടുത്തത്? കാരണം ചില സർജറിക്ക് 2 മുതൽ 3 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ ഹോർമോണൽ തെറാപ്പീസ് നിർത്തിവെക്കാനായിട്ട് പറയാനുണ്ട്. പിന്നെ അടുത്തയാണ് ബൗൽ പ്രിപ്പറേഷൻസ്. ബൗൽ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുക. ഓക്കെ, അടുത്തായിട്ട് ബൗൽ പ്രിപ്പറേഷൻ ചെയ്യണം. ഇനി ഇപ്പം ആ ഒരു വ്യക്തി മെയിലാവാൻ പോകുന്ന ഒരു വ്യക്തിക്ക് സ്മോക്കിംഗ് ഹിസ്റ്ററി ഉണ്ടോ എന്ന് നോക്കുക. അതായത് ആ ഒരാൾ ഫീമെയിൽ ആയിരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിൽ അപ്പം മെയിലാവണം, മെയിലിൻ്റെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ എപ്പോഴും തോന്നുമല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്മോക്ക് ചെയ്യാറുണ്ട്. പക്ഷേ സ്മോക്കിംഗ് ഉണ്ടോ, ആ ഒരു പീരീഡിൽ സ്മോക്കിംഗ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കണം. കാരണം അത് സർജറിയുടെ കോംപ്ലിക്കേഷൻ കുറച്ചും കൂടി കൂട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി ക്ലയൻറ്റിൻ്റെ ഇലക്ട്രോലൈറ്റ്, ബണ്ണ്, യൂറിയ, ക്രിയാറ്റിനൊക്കെ നോക്കണം. ഇതിൻ്റെ ഒരു അപ്പർ ലിമിറ്റ്, അതായത് നമ്മളിപ്പം തന്നെ എന്താ പറയുന്നത്, ഒരു 140 വരെ ആവാം എന്ന് നമ്മൾ പറയില്ല. 70 to 140 വരെ. അപ്പം 70 ആണ് അതിൻ്റെ അപ്പർ ലിമിറ്റ്, 140 ആണ് അതിൻ്റെ അപ്പർ ലിമിറ്റ്, 70 ആണ് അതിൻ്റെ ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് ഒരു മെയിലിൻ്റെ വാല്യൂസുമായിട്ട് നമുക്ക് നോക്കാം. ഇപ്പം തന്നെ HB നമ്മൾ എടുക്കുമ്പം 70 ആണ് മെയിലിൻ്റെ ഒരു അപ്പർ ലിമിറ്റ്. ഫീമെയിൽസിനോട്ട് വരുമ്പോഴത്തേക്കും കുറയും. 30 ആണെങ്കിലും അവർക്ക് നോർമലാണത്. അപ്പം 30 നമ്മൾ നോക്കുന്നുണ്ട്. ലോവർ ലിമിറ്റ് ഫീമെയിലിനെ കമ്പയർ ചെയ്യും, അപ്പർ ലിമിറ്റ് മെയിലിൻ്റെ വാല്യൂസുമായിട്ട് എടുത്ത് അവർക്ക് നോക്കുന്നത്. ഇനി ഒരു നഴ്സിംഗ് ഡയഗ്നോസിസ് ആയിട്ട് പറയുന്നത് റിസ്ക് ഫോർ കോംപ്രമൈസ്ഡ് ഡിഗ്നിറ്റി അസോസിയേറ്റഡ് വിത്ത് സ്റ്റിഗ്മറ്റൈസേഷൻ. സ്റ്റിഗ്മാസ് കാരണം അവർക്ക് ഒരു ഇതുമായിട്ടൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. എക്സസീവ് ആൻസൈറ്റി റിലേറ്റഡ് ടു എന്താണ്, ആളുകൾ അവരെ ടീസ് ചെയ്യോ കളിയാക്കോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് അവർക്ക് ആൻസൈറ്റി എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ അവർ പറയും, ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണാൻ മനസ്സിലാവും. ഇനി ഇൻഫെക്ഷനുള്ള ചാൻസ് ഉണ്ട്, നല്ല രീതിയിൽ ഇൻഫെക്ഷൻ ചാൻസ് ഉണ്ട്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളൊരു പേഷ്യൻറ്റിനെ പറയുന്ന സമയത്ത് ഒരു
ഒരു ന്യൂട്രൽ ലാംഗ്വേജ് ഫോളോ ചെയ്യുക, അവർക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള റൂംസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് പബ്ലിക് ആയിട്ടുള്ള റൂമിലാണ് അവരെ കിടത്തുന്നത് എന്നുണ്ടെങ്കിൽ അവർ ബാക്കിയുള്ള ആളുകൾ അവരെ ടീസ് ചെയ്യാം, എന്തിനാണ് സർജറി ചെയ്തത്, ഓൾറെഡി അവർ സർജറി ചെയ്തു, പെയിനിലാണ്, വേദനയോടെ കിടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും അത്. പിന്നെ അനാൽജസിക്സ് കൊടുക്കണം. കോംപ്ലിക്കേഷനായിട്ട് വരുന്നത് എന്താണ്, വേദന വരാം, ഇൻഫെക്ഷൻ വരാം, ഹൈപ്പർതെർമിയ വരാം. ആ ഒരു ഇൻഫെക്ഷൻ കാരണമാണ് ഈ ഹൈപ്പർതെർമിയ ഉണ്ടാവുന്നത്, അതുണ്ടാവാം. പിന്നെ നമ്മൾ ഡയറ്ററി മാനേജ്മെൻറ്റായിട്ട് നല്ല രീതിയിൽ ഫുഡ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കണം. എപ്പോഴും നല്ലൊരു ഹൈജീനാണ് ഫോളോ ചെയ്യേണ്ടത്. ഈ ഫാലോപ്ലാസ്റ്റിയാണ് ചെയ്യുന്നത്, ഇത് പെന്നീസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല മെയിലാണെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ എല്ലാ ഒരു പ്രോസസ്സിലും നല്ല ഹൈജീൻ ആയിരിക്കണം. പിന്നെ വേസ്റ്റ് ഫ്ലെക്സ് ചെയ്യാനായിട്ട് പാടില്ല. വേസ്റ്റ് ഫ്ലെക്സ് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഭയങ്കര സ്ട്രെന്യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കുറച്ച് നാളൊന്ന് അവോയ്ഡ് ചെയ്യുക. ഇനി വെജൈനോപ്ലാസ്റ്റി ചെയ്യുന്ന പേഷ്യൻ്റ് ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെന്യൂസ് ആക്ടിവിറ്റീസ് ഒന്നും 6 മാസത്തേക്ക് എടുക്കാൻ പാടില്ല. ബൈക്ക് റൈഡിങ് ഒന്നും ഒരു 3 മാസത്തേക്ക് ചെയ്യാനായിട്ട് പാടില്ല എന്നും കൂടി പറഞ്ഞു കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ നമ്മളിന്ന് പഠിച്ചത്. ഓക്കെ, സോ അവർക്ക് എന്താണോ താല്പര്യം, ഇപ്പം മെയിലിന് മെയിലായിട്ട് ഇരിക്കണം, ഫീമെയിലിന് ഫീമെയിലായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവുക. മെയിലിന് ഫീമെയിൽ ആവണമെന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി. ഫീമെയിലിന് മെയിൽ ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണോ താല്പര്യം അതാവാൻ വേണ്ടി വേണം ശ്രമിക്കാനായിട്ടുള്ളത്. സോ സീ യു.